അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1333, സൂറത്ത് യൂനുസ് 25-26 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. والله يدعو, അല്ലാഹു തആല വിളിക്കുന്നു, ഇലാ ദാരിസ്സലാം, രക്ഷയുടെ ഭവനത്തിലേക്ക്. വയഹ്ദീ മൻ യശാഉ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ചേർക്കുകയും ചെയ്യുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേർമാർഗത്തിലേക്ക്. ലില്ലദീന അഹ്സനു, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട് അൽ ഹുസ്ന, ഏറ്റവും നല്ല പ്രതിഫലമുണ്ട്. സിയാദത്തുൻ, വർദ്ധനവും ഉണ്ട്. വലാ യർഹഖു വുജൂഹഹും, അവരുടെ മുഖങ്ങളെ ബാധിക്കുകയില്ല ഖതറുൻ, കറുപ്പ്. വലാ ദില്ലത്തുൻ, നിന്ദതയും ബാധിക്കുകയില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗാവകാശികളാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവരാ സ്വർഗത്തിൽ ശാശ്വതമായി താമസിക്കുന്നവരുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിന്റെ കഴിഞ്ഞ 24-ാം സൂക്തം നമ്മൾ ഓർക്കുന്നുണ്ടാകും. ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ക്ഷണഭംഗുരതയും അതിന്റെ താൽക്കാലിക ശൈലിയും സ്വഭാവവും ഒക്കെ ആയിരുന്നുവല്ലോ വിശദീകരിച്ചത്. ഉണങ്ങി നിൽക്കുന്ന ഭൂമിയിലേക്ക് മഴയും അതേപോലെ പച്ചപ്പുമൊക്കെ കടന്നു വന്ന് പിന്നീട് അതിന് ഉണക്കം ബാധിച്ച് തകർന്നു തരിപ്പണമാകുന്നത് പോലെ താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളും സുഖങ്ങളും ഭൂമിയിൽ മനുഷ്യരെ ബാധിക്കുന്നുണ്ടെങ്കിലും ആ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കുമെല്ലാം വിരാമം കുറിക്കേണ്ട സാഹചര്യങ്ങളും വല്ലാതെ വൈകാതെ ഓരോരുത്തരുടെ ജീവിതത്തിലും കടന്നുവരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ താൽക്കാലികമായ ദുനിയാവിന്റെ സന്തോഷങ്ങളിലും സുഖങ്ങളിലും മുഴുകി അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ സുഖ സന്തോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അതിൽ നിന്ന് നമുക്ക് അയോഗ്യതയുണ്ടാക്കുന്ന അരുതായ്മകളിലേക്ക് ചെന്നു ചാടുകയോ ചെയ്യാതിരിക്കാനുള്ള ഉത്ബോധനമാണ് ആ സൂക്തത്തിൽ അല്ലാഹു തആല നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് ദുനിയാവിന്റെ ക്ഷണഭംഗുരതയും താൽക്കാലികതയും അത് നശിച്ചു പോകുമെന്നതിന്റെ നശ്വരതയും അത് ഉണർത്തിയതിനു ശേഷം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്തയിൽ വരേണ്ടത് എന്താണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സൂക്തത്തിൽ. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു തആല രക്ഷയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന പ്രയോഗം ബഹുമാനപ്പെട്ട ഇമാം ത്വബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് പറയുന്നത്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ലാ തത്ലുബുദ് ദുനിയാ വസീനതഹ, നിങ്ങൾ ദുനിയാവിനെയോ അതിന്റെ പ്രൗഢിയെയോ ആവശ്യപ്പെടണ്ട. കാരണം ഫഇന്ന മസീറഹ ഇലാ ഫനാഇൻ വസവാൽ, അതിന്റെ ഒടുക്കം നാശത്തിലേക്കും നീങ്ങിപ്പോകുന്നതിലേക്കുമാണ് ചെന്നെത്തുന്നത്. എത്ര തന്നെ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടാലും അതിനെല്ലാം ഒരു എൻഡുണ്ട്, ഒരവസാനമുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതുപോലെ കമാ വസീറുൻ നബാത്തില്ലദീ ളറബഹുല്ലാഹു ലഹാ മസല ഇലാ ഹലാകിൻ വബവാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ പ്രൗഢിയെ മഴ പെയ്തപ്പോൾ തഴച്ചു വളർന്ന സസ്യങ്ങളോട് ഉപമിച്ചുവല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ, 24-ാമത്തെ സൂക്തത്തിൽ. അപ്പൊ അങ്ങനെ ആ സസ്യങ്ങൾ പക്ഷേ വളർന്നു വലുതായി നല്ല പച്ചപ്പും സന്തോഷവും കണ്ണിന് കുളിർമയും ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് അതിന് മഞ്ഞപ്പ് ബാധിക്കുന്നു ആദ്യം, പിന്നീട് അത് ഉണങ്ങിപ്പോകുന്നു, ഒന്നിനും പറ്റാത്ത വിധത്തിൽ തകർന്നടിയുന്നു. ഇതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങളുടെ ബാധ്യത എന്താ? ആ ദുനിയാവിന് നിങ്ങൾ അതിന്റെ പ്രൗഢിക്ക് വേണ്ടി നിങ്ങൾ കാര്യമായി അധ്വാനിക്കേണ്ടതില്ല, അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ സമയം ചെലവാക്കേണ്ടതില്ല. മറിച്ച് നിങ്ങൾ എന്തു ചെയ്യണം? വലാകിൻ ഉത്ലുബുൽ ആഖിറ അൽ ബാഖിയ,
എന്നെന്നും ബാക്കിയാകുന്ന, എന്നും ശേഷിക്കുന്ന, നാശമില്ലാത്ത പാരത്രിക ലോകത്തിന്റെ സന്തോഷത്തിനെ നിങ്ങൾ അന്വേഷിക്കുക. വലഹ ഫഅമലു, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. വമാ ഇൻദല്ലാഹി ഫൽതമിസു ബിതാഅതിഹി, അല്ലാഹുവിനെ അനുസരിച്ച് അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സന്തോഷങ്ങളെ, അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ആവശ്യപ്പെടുക. ഫഇന്നല്ലാഹ യദ്ഉകും ഇലാ ദാരിഹി, കാരണം അല്ലാഹു അവന്റെ ഭവനത്തിലേക്ക്, നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള ഭവനത്തിലേക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വഹിയ ജന്നാത്തുഹു അല്ലത്തി അഅദ്ദഹാ ലിഔലിയാഇഹി, അവന്റെ ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ആരാമങ്ങളാണ് അവന്റെ ഭവനം എന്ന് പറയുന്നത്. ആ ഭവനത്തിലേക്ക് നിങ്ങൾ അവൻ വിളിക്കുകയാണ്. ആ ഭവനത്തിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ തസ്ലമു മിനൽ ഹുമൂമി വൽ അഹ്സാനി ഫീഹ, അവിടെ ടെൻഷനുകളും ദുഃഖങ്ങളും എല്ലാം നിങ്ങളിൽ നിന്ന് മാറി, അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു, ദുഃഖങ്ങൾക്കെല്ലാം വിട, സന്തോഷങ്ങൾക്ക് സ്വാഗതം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. വതഅമനു മിൻ ഫനാഇ മാ ഫീഹാ മിനൻ നഈമി വൽ കറാമ അല്ലത്തി അഅദ്ദഹാ ലിമൻ ദഖലഹ, ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതേപോലെ അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ ആദരവുകൾ, ആ ആദരവുകളോ സുഖങ്ങളോ സന്തോഷങ്ങളോ എന്തെങ്കിലും ഒന്ന് നശിച്ചു പോകുമെന്നോ അത് നഷ്ടപ്പെട്ടു പോകുമെന്നോ അത് കൂടുതൽ കാലം എനിക്ക് അനുഭവിക്കാനുള്ള ചാൻസ് ഇല്ലാതെ പോകുമെന്നോ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ലാത്ത വിധം എല്ലാ വിധത്തിലുള്ള അരുതായ്മകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾക്ക് സുരക്ഷിതത്വവും സന്തോഷങ്ങളിലും സുഖങ്ങളിലും അഭിരമിക്കാനുള്ള ആ പൂർണ്ണ സ്വാതന്ത്ര്യവും നിങ്ങൾക്കൊരുക്കുകയും നൽകുകയും ചെയ്യുന്ന ഭവനമാണ് ആ സ്വർഗമെന്ന് പറയുന്നത്. അതുകൊണ്ടാണത് ദാറുസ്സലാമായത്. രക്ഷയുടെ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള അരുതായ്മകളിൽ നിന്നുമുള്ള മോചനം. ഒരു വിധത്തിലുള്ള ടെൻഷനും അവിടെയില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മളെ പിടികൂടുന്നില്ല. ആരോടെങ്കിലും നമുക്ക് കുശുമ്പും കുന്നായ്മയും തോന്നുന്നില്ല. നമ്മളോട് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള അസൂയ അവിടെ കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ 100% സ്വസ്ഥതയും 100% സമാധാനവും 100% സാറ്റിസ്ഫാക്ഷനും എല്ലാം അവിടെ എല്ലാവർക്കുമായിട്ട് ഒരുക്കപ്പെടുകയാണ്. അവിടേക്കൊന്ന് എത്തിക്കിട്ടിയാൽ മതി, പിന്നീട് ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കേണ്ടതില്ല. അവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ഈ ആനുകൂല്യം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയമോ അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ എന്നിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുമോ എന്ന ബേജാറോ ഒരാളുടെ ജീവിതത്തിലും ആവശ്യമില്ല. 100% സ്വതന്ത്രമായി സ്വസ്ഥമായി യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ അൺലിമിറ്റഡായി സൗകര്യങ്ങൾ അനുഭവിച്ച് സന്തോഷങ്ങൾ ആസ്വദിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം അള്ളാഹുവോട് ഒരുക്കിയിരിക്കുകയാണ്. ആ ഭവനത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് ആ വിളിയുടെ അന്തസത്ത നിങ്ങൾ ഉൾക്കൊള്ളണം. ആ വീട്ടിൽ പ്രവേശിക്കാനുള്ള ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾ നേടിയെടുക്കണം. ആർക്കാണ് ആ ഭവനത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് എന്തു കഷ്ടപ്പാട് സഹിച്ചാലും ഏത് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും ആ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും പൊതുവായി ആ ഭവനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും വഹുവ യഹ്ദീ മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവയഹ്ദീ മൻ യശാ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലേക്ക് ചേർക്കുകയാണ്. അവർക്കാണ് അവിടെ പ്രവേശിക്കാനുള്ള അനുവാദമുള്ളത്. എൻട്രി പാസ് ലഭിക്കണമെങ്കിൽ അവർ സിറാത്തു മുസ്തഖീമിലെത്തണം. അത് പക്ഷേ അല്ലാഹു തആല എല്ലാവർക്കും ഓഫർ ചെയ്യുന്നില്ല. എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടെങ്കിലും ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുകയും ആ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്തവർക്ക് മാത്രമേ ആ സ്വർഗം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഭവനത്തിലേക്കുള്ള പടച്ചതമ്പുരാന്റെ ക്ഷണം അത് വസ്തുതാപരമായി സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈവായി നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ ക്ഷണഭങ്കുരതയെ സംബന്ധിച്ച്, ദുനിയാവിന്റെ നശിച്ചു പോകുന്ന അതിന്റെ ആ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച്, താൽക്കാലികമായ സംവിധാനം മാത്രമാണിത് എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകണം. അതുകൊണ്ടാണ് 24-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മുടെ ഭൂമിയിൽ തഴച്ചു വളരുന്ന സസ്യങ്ങളെയും പിന്നീട് അതിന് സംഭവിക്കുന്ന പരിണിതികളെയും ഉദാഹരണമാക്കി പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ നശ്വരത നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനന്തമായ പാരിത്രിക ജീവിതത്തിന്റെ സന്തോഷങ്ങളും സുഖങ്ങളും ആസ്വദിക്കാൻ അള്ളാഹു നിങ്ങളെ വിളിക്കുന്നുണ്ട്. പക്ഷെ ആ വിളിക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ എന്തു വേണം? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എല്ലാ മുഫസ്സിറുകളും ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള
ഒരു ഹദീസ്. ആ ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തു ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, കഅന്ന ജിബ്രീല ഇൻദ റഅസി, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ തലയുടെ ഭാഗത്തും, വമീകായില ഇൻദ റിജ്ലി, മീകായിൽ അലൈഹിസ്സലാം എന്റെ കാലിന്റെ ഭാഗത്തും നിൽക്കുന്നതുപോലെ, യഖൂലു അഹദുഹുമാ ലിസാഹിബിഹി, എന്നിട്ട് ഒരാൾ മറ്റേ ആളോട് പറയുന്നു, യളിറു ലഹു മസല, ഈ ആൾക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഉപമ പറയുമെന്ന്. ഫഖാൽ, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇസ്മഅ സമിഅതു ദുനുക്, നിങ്ങൾ ശ്രദ്ധിക്കൂ, കാതുകൾ കേൾക്കും, വഅഖിൽ മനസ്സിലാക്കൂ, അഖല ഖൽബുക്, നിങ്ങളുടെ ഹൃദയം അത് ഉൾക്കൊള്ളും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ എന്നോട് സംബോധന ചെയ്യാണ്, ഇന്നമാ മസലുക് വമസലു ഉമ്മത്തിക്ക്, നബിയെ തങ്ങളുടെയും തങ്ങളുടെ സമുദായത്തിന്റെയും ഉദാഹരണം കമസലി മലിക്കിൻ ഇത്തഖദ ദാറൻ, ഒരു ഭവനമുണ്ടാക്കിയ ഒരു വീടുണ്ടാക്കിയ ഒരു രാജാവിന്റെ ഉദാഹരണം പോലെയാണ്. സുമ്മ ബനാ ഫീഹാ ബൈതൻ, എന്നിട്ട് അവിടെ അദ്ദേഹം ഒരു പ്രത്യേക റൂമുണ്ടാക്കി. സുമ്മ ജഅല ഫീഹാ മഅദുബതൻ, എന്നിട്ട് അവിടെ അദ്ദേഹം പ്രത്യേകം ഒരു സൽക്കാരം ഒരുക്കി. സുമ്മ ബഅസ റസൂലൻ യദ്ഉ അന്നാസ ഇലാ തആമിഹി, എന്നിട്ട് തന്റെ ആ സൽക്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഒരു ദൂതനെ പറഞ്ഞയച്ചു രാജാവ്. അങ്ങനെ ദൂതൻ വന്ന് ആളുകളെ മുഴുവനും ആബാലവൃദ്ധം ജനങ്ങളെയും രാജാവ് ഒരുക്കിയിരിക്കുന്ന പ്രത്യേകമായ ഭവനത്തിലെ റൂമിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ ക്ഷണിച്ചപ്പോൾ ഫമിൻഹും മൻ അജാബർ റസൂൽ, ആ ദൂതന്റെ രാജാവിന്റെ ദൂതൻ നോമിനിയായിട്ട് വന്ന ആൾ അദ്ദേഹത്തിന്റെ ക്ഷണത്തിന് ഉത്തരം ചെയ്തുകൊണ്ട് പോയ ആളുകൾ അവരിലുണ്ട്. ഒമിൻഹും മൻ തറക്കഹു, രാജാവിന്റെ ദൂതൻ വന്ന് വിളിച്ചത് അവഗണിച്ചൊഴിവാക്കിയവരും ആ കൂട്ടത്തിലുണ്ട്. ഇതുപോലെയാണ് അങ്ങയുടെ ഉദാഹരണം എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഉദാഹരണത്തിലെ ഗുണപാഠം? ഫല്ലാഹുൽ മലിക്കു, ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിലെ രാജാവ് അല്ലാഹുവാണ്. വദ്ദാറു അൽ ഇസ്ലാം, അവന്റെ വീട് എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. വൽബൈത്തു അൽ ജന്ന, അവിടെയുള്ള പ്രത്യേക റൂം എന്ന് പറയുന്നത് അത് സ്വർഗമാണ്. വാൻസയാ മുഹമ്മദ് അർ റസൂൽ, ഓ നബിയെ അങ്ങാണ് ആ ദൂതൻ. ഫമൻ അജാബക ദഖലൽ ഇസ്ലാം, തങ്ങൾക്ക് ആരെങ്കിലും ഉത്തരം ചെയ്താൽ അവൻ ഇസ്ലാമിൽ പ്രവേശിക്കും. ഒമൻ ദഖലൽ ഇസ്ലാമ, ഇസ്ലാമിൽ പ്രവേശിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗത്തിലും പ്രവേശിക്കും. ഒമൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അക്കല മിൻഹ, രാജാവ് ഒരുക്കിയ ആ ഭക്ഷണത്തിൽ നിന്ന് സൽക്കാരത്തിൽ നിന്ന് ഭക്ഷിക്കാനും സാധിക്കും. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം വിശദീകരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീറും ഇമാം തുബരിയും അടക്കം എല്ലാ മുഫസ്സിറുകളും ഏറെക്കുറെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ഹദീസ് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അവനിലേക്ക് നമ്മളെ ക്ഷണിക്കാൻ, സ്വർഗത്തിലേക്ക് നമ്മളെ ക്ഷണിക്കാൻ പറഞ്ഞയച്ചതാണ്. ആ പറഞ്ഞയച്ച ക്ഷണത്തോട് അനുകൂലമായി പ്രതികരിക്കാനും ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ആ കാര്യങ്ങളെ കൈയാളാനും നമുക്ക് സാധിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വിരുന്നൊരുക്കിയിട്ടുള്ള സ്വർഗത്തിലെ സന്തോഷകരമായ സാഹചര്യങ്ങളെ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതിനു പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ കാണാം. കടമകളെക്കുറിച്ച്, കർത്തവ്യങ്ങളെക്കുറിച്ച് നിതാന്ത ജാഗ്രതയുള്ളവരായി നമുക്ക് മാറാൻ പറ്റണം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾക്ക് ഭിന്നമായിട്ടുള്ള അതിന്റെ നിർവഹണത്തിന് വിരുദ്ധമായിട്ടുള്ള അരുതായ്മയുടെയും നിഷേധത്തിന്റെയും റൂട്ടിലൂടെ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടെ അത്തരമൊരവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നുകൂടാ എന്ന അങ്ങേയറ്റത്തെ നിർബന്ധ ബുദ്ധിയോടുകൂടെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ നോക്കൂ, ഇതേ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തന്നെ മഹാനരായ അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുന്നുണ്ട്. ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. മാ മിൻ യൗമിൻ തലഅത്ത് ഫീഹി ശംസു, സൂര്യോദയം നടക്കുന്ന ഓരോ ദിവസത്തിലും ഇല്ലാ ബിജംബതൈഹാ മലക്കാനി യുനാദിയാൻ യസ്മഉഹുമാ ഖൽഖുല്ലാഹി കുല്ലുഹും ഇല്ല സഖലൈൻ, മനുഷ്യരും ജിന്നുകളുമല്ലാത്ത അപാലവൃദ്ധം ലോകത്തുള്ള വസ്തുക്കളും കേൾക്കും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഇതാ രണ്ടു മലക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഐ ഹലുമ്മു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് വരൂ. ഇന്നമാ ഖല്ല വഖഫ ഖൈറു മിമ്മാ കസറ വൽഹ, വളരെ കുറഞ്ഞതും എന്നാൽ ആവശ്യത്തിന് മതിയാകുന്നതുമായിട്ടുള്ള സംഗതികൾ അതാണ് വർദ്ധിക്കുകയും
നമ്മളെ ചിന്തയെ മാറ്റിക്കളയുകയും ചെയ്യുന്ന സംഗതികളെക്കാളും ഉത്തമം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വിശാലതക്കും വിസ്തൃതിക്കും വേണ്ടിയുള്ള അധ്വാനത്തിനിടക്ക് നമ്മൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുന്നത്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയുടെ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. വയഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് അവൻ ചേർക്കുകയും ചെയ്യുന്നു എന്ന പ്രഖ്യാപനം. എന്നിട്ട് അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, ലില്ലദീന അഹ്സനു, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ട്. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമൻ അഹ്സനൽ അമല ഫിദ്ദുനിയ ബിൽ ഈമാനി വൽ അമലി സ്വാലിഹ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സത്യവിശ്വാസവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും, അതാണ് നന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ വിശ്വാസം വിശുദ്ധമായിരിക്കണം. അതിനനുസരിച്ച് ആ വിശ്വാസത്തിന്റെ സ്പിരിറ്റ് അനുസരിച്ച് പ്രവർത്തനങ്ങളിലുള്ള ഉത്തരവാദിത്ത ബോധവും അത് ഗംഭീരമായിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് അൽ ഹുസ്ന, ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലമുണ്ട്. അഥവാ സ്വർഗം എന്ന് പറയുന്ന പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. വസിയാദത്തുൻ, അതോടൊപ്പം തന്നെ വർധനവുമുണ്ട്. സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിലെത്തുക എന്നതിന്റെ പുറമെ അതിന് വേറെയും വർധനവുണ്ട്. വേറെയും വർധനവ് എന്ന് പറഞ്ഞാൽ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ഇരട്ടിയാക്കി നൽകപ്പെടുക എന്നാണെന്നും, അതേപോലെ തന്നെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നാലും മതിയാവാത്ത വിധത്തിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരികയാണ് സിയാദത്ത് എന്ന് പറഞ്ഞതിന്റെ. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും, അതേപോലെ തന്നെ സന്തോഷത്തിന്റെ ഫെസിലിറ്റീസും അതുമാത്രം ഒരുക്കപ്പെട്ടു. ഇനി അങ്ങോട്ട് കൂടുതലൊന്നുമില്ല. ഇനി ഇത് തൃപ്തിപ്പെട്ട് കഴിയണം എന്ന സാഹചര്യമല്ല. ഓരോ സമയത്തും വെറൈറ്റി ആയിട്ടുള്ള വർധനവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്നാണ് സിയാദത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഒരു വ്യാഖ്യാനം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനമായി ബഹുമാനപ്പെട്ട മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തുന്നത് മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റ് ധാരാളം സഹാബികൾ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഉള്ള ധാരാളം മഹാന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വ്യാഖ്യാനമാണ് ഇവിടെ ഏറ്റവും പ്രസക്തം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അടക്കം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണത്? സിയാദത്ത് എന്ന് പറഞ്ഞാൽ യജമാനനായ നാഥനെ കാണാനുള്ള സൗഭാഗ്യമെന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവരായ ആളുകൾ മുഴുവനും അവരാഗ്രഹിച്ചതൊക്കെയും യജമാനനായ റബ്ബിന്റെ ദർശനം എന്നത് മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഫമാ മഖ്സൂദുഹും ജന്നാതു അദ്നി വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ. മഹാന്മാരായ ആളുകൾ അല്ലാഹുവിനെ ഇബാദത്തെടുത്തു, അവരുടെ ജീവിതത്തെ നന്നായി ആത്മീയമായി ക്രമീകരിച്ചു. എന്നാൽ അത്തരം പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് ഒരിക്കലും തന്നെ ഫമാ മഖ്സൂദുഹും ജന്നാതു അദ്നി, അവർക്കൊരിക്കലും തന്നെ സ്വർഗത്തിൽ കടന്ന് സ്വർഗത്തിന്റെ സുഖം ആസ്വദിക്കണമെന്നത് അവരുടെ ടാർഗറ്റല്ല, അല്ലെങ്കിൽ അത്തരമൊരു പർപ്പസുമായല്ല അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. വലൽ ഹൂറുൽ ഹിസാനു വലൽ ഖിയാമ, സ്വർഗത്തിലെ അപ്പാർട്ട്മെന്റുകളോ സ്വർഗത്തിലെ സ്വർഗസ്ത്രീകളോ അപ്സരസുകളോ അതൊന്നുമല്ല അവരുടെ ലക്ഷ്യം. സിവാനളിൽ ജലീലി വദാമുനാഹും, യജമാനനായ നാഥനെ കാണാൻ സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തിയവർക്കാണ് അല്ലാഹു തആല സൗഭാഗ്യം നൽകുന്നത്. അതുകൊണ്ട് ആ ഒരൊറ്റ ലക്ഷ്യത്തിനാണ് അവരെല്ലാവരും പ്രവർത്തിച്ചത് എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ അതാണ് അല്ലാഹു പറയുന്നത്, ലില്ലദീന അഹ്സനു, നല്ല പ്രവർത്തനം നടത്തിയ ആളുകൾക്കുണ്ട് അൽ ഹുസ്ന, ഏറ്റവും നല്ല സ്വർഗമുണ്ട്, പ്രതിഫലം സിയാദത്തും വർധനവുമുണ്ട്. അഥവാ ആ സ്വർഗത്തിലെത്തിയാൽ അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം യജമാനനായ നാഥനെ കാണൽ എന്നതാണ്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഇദാ ദഖലാഹുൽ ജന്നത്തിൽ ജന്ന, സ്വർഗക്കാർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, വാഹുലുന്നാരിന്നാർ, നരകക്കാർ നരകത്തിലും പ്രവേശിച്ചാൽ, നാദാമുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളംബരം ചെയ്യുന്നു, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗാവകാശികളെ, ഇന്നലക്കും ഇൻദല്ലാഹി മൗഇദ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സംഭവം, ഒരു പ്രത്യേകമായിട്ടുള്ള വാഗ്ദാനം നൽകുന്നുണ്ട്. ആ വാഗ്ദാനം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയും. ആ സമയത്ത് സ്വർഗത്തിലെത്തിപ്പെട്ട് എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷത്തോടെ അനുഭവിക്കുന്ന, ഒരു കുറവും അനുഭവപ്പെടാത്ത ആ സ്വർഗാവകാശികൾ ചോദിക്കുന്നു, എന്താണ് ഞങ്ങൾക്ക് ഇനിയും അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്? ഞങ്ങളുടെ നന്മയെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തന്നു, ഞങ്ങളുടെ മുഖങ്ങൾക്ക് അല്ലാഹു പ്രകാശം തന്നു,
ഞങ്ങൾക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തന്നു, നരകത്തിൽ നിന്ന് ഞങ്ങളെ അല്ലാഹു തആല ഒഴിവാക്കി തന്നു, ഇനി ഇതിനപ്പുറം എന്താണ് ഞങ്ങൾക്ക് ഇനിയും ഒരുക്കി തരാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഫയുക്ശഫു ലഹുൽ ഹിജാബ്, മറകളെല്ലാം അവർക്ക് നീക്കപ്പെടുകയാണ്. ആ മറകൾ നീങ്ങിപ്പോകുമ്പോൾ ഫയൻദുറൂന ഇലൈഹി, അല്ലാഹുവിനെ നോക്കാൻ, അല്ലാഹുവിനെ കാണാൻ അവർക്ക് അവസരമുണ്ടാകുന്നു. ഫവല്ലാഹി മാ അതാഹുമുല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലൈഹി വലാ ഖറ ഫീ അയുനിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിനെ കാണാൻ അവർക്ക് അവസരമുണ്ടായപ്പോൾ അവരതാ മനസ്സിലാക്കുന്നു എന്ത്, അല്ലാഹു തആല ഞങ്ങൾക്ക് നൽകിയ ഇതിനേക്കാളും സന്തോഷമുള്ള, ഇതിനേക്കാളും രസമുള്ള മറ്റൊരു സംഗതിയുമില്ല. റബ്ബിനെ കാണാൻ സാധിച്ചപ്പോൾ നേരത്തെയുള്ള സുഖങ്ങളൊക്കെ അവർ വിസ്മരിച്ചുപോയി. ആ സുഖങ്ങളൊന്നും പിന്നെ അവർക്ക് സുഖങ്ങളല്ല. അതുകൊണ്ട് അവർക്ക് ഏറ്റവും സന്തോഷം യജമാനനായ നാഥനെ കാണലാണ്. അതുകൊണ്ട് ആ നാഥനെ കാണുക എന്ന മഹത്തായ വർദ്ധനവ് അല്ലാഹു സ്വർഗത്തിലെത്തിയവർക്ക് നൽകുന്നുണ്ട്. വലാ യർഹഖു വജൂഹഹും ഖതറുൻ വലാ ദില്ല. ആ സ്വർഗത്തിലെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖങ്ങളെ ഇരുട്ടോ അല്ലെങ്കിൽ നിന്ദ്യതയോ പിടികൂടുകയില്ല. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന സാഹചര്യമില്ല. മറിച്ച് പ്രഭാപൂരിതമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാം. യാതൊരു വിധത്തിലുള്ള നിന്ദ്യതയും അവരെ ബാധിക്കുന്നില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാകുന്നു സ്വർഗക്കാർ. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതമായി താമസിക്കുന്നവരാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇതിന് ഭാഗ്യം നൽകട്ടെ. പക്ഷേ ഇതിന് നമ്മൾ രക്ഷയുടെ വീട്ടിൽ പ്രവേശിക്കാൻ, ആ രക്ഷയുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കാൻ അല്ലാഹു ആകുന്ന യജമാനനായ രാജാവ്, ആ രാജാവ് നിയോഗിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ദൂതൻ, ആ ദൂതന്റെ കൽപ്പനകൾ, ആ ദൂതന്റെ നിർദ്ദേശങ്ങൾ അത് പാലിച്ചു ജീവിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി